ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ക്ലാസ്സിൽ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു 3 വർക്കുകളോളം സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 സബ്ജക്റ്റ്. ഒന്ന് അതിൻ്റെ പെൻസിലിൻ്റെ മീഡിയം, മറ്റൊന്ന് അക്രിലിക്, മറ്റൊന്ന് വാട്ടർ കളർ. ഈ 3 മീഡിയകളിൽ വർക്ക് ചെയ്യാനാണ് സാറ് പറഞ്ഞത്. നിങ്ങൾ വർക്ക് ചെയ്തെന്ന് കരുതുന്നു. വർക്ക് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ വർക്ക് ചെയ്യുക. നമുക്കിനി ക്രാഫ്റ്റിൻ്റെ ക്ലാസ് തുടങ്ങണം. അതിന് തൊട്ട് മുൻപായിട്ട് ഈ ക്ലാസ്സിൽ പുതിയൊരു സബ്ജക്റ്റാണ് നമ്മൾ പറയുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, ചെയ്തിട്ടുള്ളവരും ഉണ്ട്, ചെയ്തിട്ടില്ലാത്തവരും ഉണ്ടാവാം. ഇത് നമ്മൾ ഈ വർക്കിൻ്റെ പേര് കൊളാഷ് എന്നാണ്. നിങ്ങൾക്കറിയാം, കൊളാഷ് പല രൂപത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആദ്യമായി കൊളാഷ് ചെയ്ത വ്യക്തി, ക്യൂബിസം സ്റ്റൈലിൽ നിന്നാണ് ആദ്യമായി കൊളാഷ് വർക്ക് ചെയ്ത വ്യക്തി എന്ന് പറഞ്ഞാൽ പാബ്ലോ പിക്കാസോയാണ്. പാബ്ലോ പിക്കാസോ അറിയാം നിങ്ങൾക്ക്. മറ്റ് 2 ദ ഗോർണിക്ക എന്ന പെയിൻറ്റിങ് അല്ലത്, ഗോർണിക്ക എന്ന ഒരു കൊളാഷാണ്, മിക്സഡ് മീഡിയ കൊളാഷാണ് ഗോർണിക്ക. ലോക ചരിത്രത്തിൽ ഏറ്റവും ഹിറ്റായ പിക്ചറാണ്, പെയിൻറ്റിങ്ങാണ്. അതിൻ്റെ വിഷയം യുദ്ധമായിരുന്നു. 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ പ്രദാനം ചെയ്ത് ആ യുദ്ധത്തിനെതിരെ പ്രതികരിച്ച് ചെയ്ത വർക്കാണ്. ഒരു വലിയ രാജ്യം ചെറിയ രാജ്യത്തെ ആക്രമിക്കുന്നതിൽ മനംനൊന്ത് പിക്കാസോ ആ ചെറിയ രാജ്യത്തിന് വേണ്ടി ചെയ്ത വർക്കാണ്. ആ വർക്ക് കാണുമ്പോൾ അറിയാം അതിന് തീവ്രമായ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങളും യുദ്ധാനന്തര കാര്യങ്ങളും എല്ലാം അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം അതിന് ഉപയോഗിച്ച മാധ്യമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുണ്ട്. തടി മുതൽ ബട്ടൺസ്, പേപ്പർ, അങ്ങനെ ടിക്കറ്റുകൾ, അങ്ങനെ നമ്മുടെ ചുറ്റും കാണുന്ന പാഴ്വസ്തുക്കളെല്ലാം ഇതിൽ ഉപയോഗിച്ചാണ് അദ്ദേഹം ഗോർണിക്ക എന്ന മഹത്തായ പെയിൻറ്റിങ് ചെയ്ത്, അല്ലെങ്കിൽ മിക്സഡ് മീഡിയ കൊളാഷ് ചെയ്തത്. അതുപോലെ ഒരു കൊളാഷാണ് ഞാൻ നിങ്ങൾ ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ COVID-19 എന്ന ഒരു സബ്ജക്റ്റിനെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ബേസ് ചെയ്തു നമ്മുടെ ഇന്ത്യ, കേരളം, അല്ലെങ്കിൽ നമ്മുടെ ജില്ല, ഉപജില്ല, അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ, വേൾഡ്, ഇങ്ങനെ ഈ ഒരു ഓർഡർ അനുസരിച്ച് വരുമ്പോൾ അതിൻ്റെ കുറേ ഭാഗങ്ങൾ നമ്മൾ ഈ വർക്കിൽ ഉൾപ്പെടുത്തണം. എക്സാമ്പിൾ ഒരു ചെറിയൊരു പറയുകയാണെങ്കിൽ, ഇപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം, ഒരു മരണം ഒരു ഭവനത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ 1-2 വ്യക്തികൾ മാത്രമാണ് ഒതുങ്ങി നിന്നത്. ഇതൊരു സംഭവമായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒരു വിവാഹം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും വളരെ തുച്ഛമായ ആൾക്കാരും സാമൂഹിക അകലം പാലിക്കുക. അപ്പോൾ നിശബ്ദത എന്ന ഒരു സംഭവം ജനങ്ങളിൽ ഒരു സൈലൻ്റ് അന്തരീക്ഷം ഉളവാക്കി. പിന്നെ ആർഭാടങ്ങൾ ഒഴിഞ്ഞ ഒരു സംഭവങ്ങളും ആ ഒരു സമയവുമായിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലം ഇപ്പോൾ നമ്മൾ നിലനിന്നിരുന്ന സിസ്റ്റത്തെ മാറ്റിമറിച്ച ഒരു സംഭവ വികാസമാണ് ഈ കോവിഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി, ചുറ്റുപാടും ഒരു സബ്ജക്റ്റ് നിങ്ങൾ എടുത്തിട്ട് ആ ചുറ്റുപാടിലെ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഇതിനൊരു ഡ്രോയിങ്ങോ അല്ലെങ്കിൽ ഒരു ചെയ്തിട്ട് അതേ തരത്തിൽ നിങ്ങൾ ഇതിന് കൊളാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയായിരിക്കണം, നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണം ഉപയോഗിക്കാം, വാട്ടർ കളർ, അക്രിലിക്, അങ്ങനെ ഏത് വേണം. പിന്നെ അതുപോലെ റോ മെറ്റീരിയൽസ്, ചകിരിയോ പെൻസിൽ പീസോ തടിക്കഷ്ണമോ താക്കോലോ ബ്ലേഡ്, കത്രിക, അങ്ങനെ എന്ത് സാധനങ്ങളും എല്ലാം ഇതിനകത്ത് മിക്സ് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പാകത്തിനുള്ളതെല്ലാം ഇത് ചെയ്യുക. സാധാരണ ക്യാൻവാസിലാണ്, പേപ്പറിൽ നിങ്ങൾ ചെയ്യുക. അതിന് ഉപയോഗിക്കുന്ന കളറുകൾ, ക്ലേ, ബട്ടൺസ്, ഞാൻ പറഞ്ഞില്ല, എന്ത് മെറ്റീരിയൽസ് വേണം ഉപയോഗിക്കാം. ആ തരത്തിൽ നിങ്ങളിത് വർക്ക് ചെയ്യണം. അപ്പം എത്രയും പെട്ടെന്ന് വർക്ക് ചെയ്യുക. കളർഫുള്ളായൊരു വർക്കാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയുന്നിട്ടുള്ളത്. സബ്ജക്റ്റ് ഇപ്പം മാസ്ക് ബേസായിട്ട്, അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പേപ്പർ കട്ടിങ്ങുകൾ, ഇപ്പം നമ്മുടെ ന്യൂസ് പേപ്പർ കട്ട് ചെയ്ത് അതിനുള്ള ഭാഗങ്ങൾ, നല്ല കളർഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ, ചില ന്യൂസ് പേപ്പറിൽ നിന്ന് ഫോട്ടോ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഒട്ടിക്കുക. അതുപോലെ വേറെ രീതിയിൽ ചെയ്യാവുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യ ടുഡേ, അതുപോലെ അങ്ങനെ പേപ്പർ ക്വാളിറ്റി കൂടിയുള്ള പേപ്പറുകളുണ്ടല്ലോ, ഇന്ത്യ ടുഡേ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതേ തരത്തിലെ മാഗസിനുകളിലെ പേപ്പറുകൾ നിങ്ങൾക്ക് കട്ടിങ് ആയിട്ട് ഉപയോഗിക്കാം, ഫോട്ടോസുകൾ ഉപയോഗിക്കാം, പലതരത്തിലുള്ള കാര്യങ്ങൾ ചേർത്ത് പലതരം കട്ടിങ്. ഒരു ഫിഗർ വരച്ചിട്ട്, എക്സാമ്പിൾ ഒരു ഫിഗർ വരച്ചിട്ട് ആ ഫിഗറിൻ്റെ ആകൃതിയിൽ ഈ പേപ്പർ കട്ട് ചെയ്ത് ഒട്ടിക്കാം.
അതിന് ഷർട്ട് ഉണ്ടെങ്കിൽ വേറെ കട്ട് ചെയ്ത് ഷർട്ട് ഒട്ടിക്കാം. അങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ വലുതാക്കി നല്ലൊരു ചിത്രീകരണം നടത്താം. അപ്പം ഇത്തരത്തിൽ വളരെ വേഗത്തിൽ ഇതുവരെയുള്ള വർക്കിൻ്റെ കൂട്ടത്തിൽ ഇതും ആഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് സാറിന് വർക്ക് ചെയ്ത് സെൻഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.